നമസ്തേ. സൂത്രം 32 ഏകതത്വാഭ്യാസത്തെക്കുറിച്ച് വിശദീകരിച്ചു. അപ്പം ചിത്തസ്ഥിരതയ്ക്ക്, ചിത്തവൃത്തി നിരോധനത്തിന് ഉള്ള വഴികൾ, പുതിയ വഴികൾ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഏകവസ്തുവിൽ തന്നെ ഏകാഗ്രതയോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് 32ാമത്തെ സൂത്രത്തിൽ പറയുന്നത്. ഒരുപാട് വഴികൾ തുടർന്നുള്ള സൂത്രങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. അത്തരത്തിൽ വരുന്ന മറ്റൊരു വഴിയാണ് സൂത്രം 33 പറയുന്നത്. മൈത്രി കരുണാമുദിതോപേക്ഷാണ സുഖദുഃഖ പുണ്യാപുണ്യ വിഷയാണ ഭാവനാദശ്ചിത്തപ്രസാദനം എന്നതാണ് ആ സൂത്രം. സുഖ ദുഃഖ പുണ്യാപുണ്യ വിഷയാണ്. സുഖം, ദുഃഖം, പുണ്യം, അപുണ്യം എന്നിവ വിഷയമായി വരുന്ന, എന്നിവയെ വിഷയീകരിക്കുന്ന മൈത്രി കരുണാമുദിതോപേക്ഷാണ. മൈത്രി, കരുണ, മുദിതം, ഉപേക്ഷ എന്നിവയുടെ യഥാക്രമത്തിലുള്ള ഭാവന കൊണ്ട് ചിത്തപ്രസാദനം ഭവതി. ചിത്തം പ്രസാദിക്കും, കറനീങ്ങി തിളങ്ങി വരും എന്നാണ് ഈ സൂത്രത്തിൽ പറയുന്നത്. സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുമായി മൈത്രീഭാവം കാണിക്കുക, ദുഃഖിതരായ അവരോട് ദയവ് കാണിക്കുക, പുണ്യവാന്മാരോട് സന്തോഷം കാണിക്കുക, പാപികളായവരെ, പാപകർമ്മങ്ങൾ ചെയ്യുന്നവരെ ഉപേക്ഷിക്കുക എന്നിവയെല്ലാം അനുഷ്ഠിച്ചു കൊണ്ടിരുന്നാൽ ചിത്തം പ്രസന്നമായി തീരും. അതുവഴി ഏകാഗ്രതയും ലഭിക്കും. സുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളുമായി സുഹൃത്ത് ബന്ധം സ്ഥാപിക്കണം. അങ്ങനെ ചെയ്താൽ മനസ്സിലെ അസൂയ തുടങ്ങിയ ദുർഗുണങ്ങൾ ഇല്ലാതാവും. ദുഃഖിക്കുന്നവരിൽ കരുണ കാണിക്കണം. അവരുടെ ദുഃഖത്തിൽ അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്താൽ മനസ്സിലുള്ള വിദ്വേഷം തീരും. തമിഴ് സാഹിത്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായ തിരുമന്ത്രത്തിൽ, തിരുമൂലരുടെ തിരുമന്ത്രത്തിൽ, അതിലാണ് അൻപേ ശിവം എന്ന് പറയുന്നത്. ഈശ്വരൻ സ്നേഹമാണ് എന്ന് പറയുന്നത് ഈ ഗ്രന്ഥത്തിലാണ്. 9 തന്ത്രങ്ങളിലായി 3000 മന്ത്രങ്ങൾ ആണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. തന്ത്രം 3 അഷ്ടാംഗയോഗയാണ് വിഷയം. KG ചന്ദ്രശേഖരൻ നായർ തിരുമന്ത്രം മലയാളത്തിൽ വിവർത്തനം ചെയ്ത് DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ തിരുമന്ത്രത്തിലെ 266 മന്ത്രം കാരുണ്യത്തിന്റെ പ്രാധാന്യം പറയുന്നുണ്ട്. കനിന്തവർ ഈച്ചൻ കഴലടി കാൺപർ, തുണിന്തവർ ഈച്ചൻ തുറക്കം അത് ആൾവാർ. ജീവകാരുണ്യമുള്ളവർക്ക് ശിവദർശനം സാധിക്കും. അതുപോലെ തന്നെ അവർ കാമക്രോധാദികളൊന്നുമില്ലാത്ത അവർ ശിവലോകത്തിൽ ചക്രവർത്തിയായി തീരും എന്ന് ഈ തിരുമന്ത്രത്തിൽ പറയുന്നുണ്ട്. കാരുണ്യത്തിന്റെ പ്രാധാന്യം എടുത്തു പറയുന്നതാണ്. അതുപോലെ തന്നെ കാരുണ്യം പോലെ തന്നെ അടുത്തത് പുണ്യാത്മാക്കളിൽ സന്തോഷം കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ, പുണ്യാത്മാക്കളെ കാണുമ്പോൾ, അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ, അവരുടെ സാന്നിധ്യത്തിൽ എല്ലാം അത്യധികമായ സന്തോഷമുള്ളവനായി മാറണം. അതുകൊണ്ട് ചിത്തത്തിലുള്ള അസൂയാദി ദോഷങ്ങൾ നശിച്ചു പോകും. മറ്റൊന്നാണ് പാപികൾ, പാപകർമ്മം ചെയ്യുന്നവർ. നെഗറ്റീവായ ഊർജം ഉണ്ടാക്കുന്ന സകലരെയും, അങ്ങനെയുള്ള സകലരെയും പാപികളായി കാണണം. അവരെ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കരുത്. അവരുടെ പ്രവർത്തികൾ ശ്രദ്ധിക്കരുത്. അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കരുത്. അത്തരം വാക്കുകൾ ഒരിക്കലും ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. ഫിൽട്ടർ ചെയ്ത് മാത്രമേ അത്തരം വാക്കുകൾ നമ്മൾ കേൾക്കാവൂ. ഇവരെ
തികഞ്ഞ സഹതാപത്തോടെ മാത്രമേ കാണാവൂ. ഇങ്ങനെ ചെയ്താൽ ഉള്ളിലുള്ള ദേഷ്യം, ക്രോധം തുടങ്ങിയവ ഇല്ലാതാകും. ഒരു രോഗിയെ കാണുന്നത് പോലെ വളരെ വേദനയോടെ സഹതാപത്തോടെ വേണം ഈ നെഗറ്റീവ് ഊർജം ഉണ്ടാക്കുന്ന ആൾക്കാരെ കാണാൻ. കാരണം അത് ഈ നെഗറ്റീവ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അസുഖമാണ്. എന്തിനേയും നെഗറ്റീവായി കാണുക എന്ന് പറയുന്നത് ഒരു അസുഖമാണ്. അങ്ങനെ പറയുന്നത് ഒരു അസുഖമാണ്. സന്ദർഭമൊന്നും നോക്കാതെ തന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു അസുഖമാണ്. അങ്ങനെ അവരുടെ സകല നെഗറ്റീവുകളും അവരുടെ അസുഖത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ രീതിയിൽ നമ്മൾ നോക്കണം. അപ്പോൾ സ്വാഭാവികമായി അത് രോഗമാണ് എന്ന രീതിയിൽ നോക്കുമ്പോൾ അവരോട് ദേഷ്യം നമുക്ക് ഉണ്ടാകുന്നില്ല. അവരോട് സഹതാപമാണുള്ളത്, അവരോട് ദയയാണ് തോന്നുന്നത്. ഒരു നഴ്സ് രോഗികളെ സമീപിക്കുന്നത് പോലെ വേണം ഇത്തരം നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ആൾക്കാരെ നമ്മൾ സമീപിക്കാൻ. അല്ലാതെ മത്സരബുദ്ധിയോടുകൂടി സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രോധമുണ്ടാകും. ഇപ്രകാരം ചെയ്താൽ യോഗിയുടെ ചിത്തസ്ഥിതങ്ങളായ രജതമോ മലങ്ങൾ ഇല്ലാതാവുകയും സാത്വിക ഗുണപ്രവാഹം ഉണ്ടാവുകയും ചെയ്യും. ഈ 4 തരം ആളുകളോട് അസൂയ, കോപം, അഹങ്കാരം അല്ലെങ്കിൽ പുച്ഛം എന്നിവയോടെ പ്രതികരിക്കുന്നത് ചിത്തവിക്ഷേപത്തിന് കാരണമാകും. അക്കാര്യം ഒരിക്കലും മറക്കരുത്. എല്ലാ ആളുകളും ഈ 4 വിഭാഗങ്ങളിൽ ഒന്നിൽ പെടും എന്ന് വാചസ്പതി മിശ്ര പറയുന്നു. അതിനാൽ സുഖം, ദുഃഖ, പുണ്യാപുണ്യ വിഷയങ്ങളിൽ മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ എന്നിവ ഒരു ശീലമാക്കി മാറ്റണം. അല്ലാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ ശീലത്തെ ഇതൊരു ശീലമാക്കി മാറ്റുമ്പോൾ ആ ശീലം എന്നത് സൂത്രം 32 പറഞ്ഞ ഏകതത്വാഭ്യാസമായി കാണാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതും ഏകതത്വാഭ്യാസമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ബൃഹദാരണ്യോപനിഷത്തിൽ അധ്യായം 5 ബ്രാഹ്മണം 2 പ്രജാപതി തൻ്റെ മക്കളായ ദേവന്മാർക്കും മനുഷ്യന്മാർക്കും അസുരന്മാർക്കും, അവരപ്പോൾ ബ്രഹ്മചാരികളാണ്, അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മൾക്കൊരു ഉപദേശം തരൂ എന്ന് പറഞ്ഞപ്പോൾ പ്രജാപതി ഇവരോരോരുത്തർക്കും ഓരോ ഉപദേശം കൊടുക്കുന്നു. എല്ലാവർക്കും നൽകിയ ഉപദേശം ദ എന്നാണ്. ദ ദ ദ. ബൃഹദാരണ്യത്തിൽ പറയുന്നത് ഇടിമിന്നലിൻ്റെ മേഘഗർജനം പോലെ ഉണ്ടാകുന്ന ആ ദ എന്താണ്? ആ ശബ്ദം. അതിൽ ആ മന്ത്രത്തിൽ ഒരു ഭാഗം ഇങ്ങനെയാണ്: തദേതത്രയം ശിക്ഷേത് ദമം ദാനം ദയാമിതി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഏതത്രയം ശിക്ഷേത്, ഈ 3 മൂന്നിനെയും ശിക്ഷേത് അഭ്യസിക്കുക. ദമം ഇന്ദ്രിയ നിഗ്രഹം, എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാനുള്ള കഴിവ്. ദാനം ചെയ്യുക. ദയ. ഇപ്രകാരം ഈ 3 നമ്മൾ എന്ത് ചെയ്യണം? അഭ്യസിച്ചുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ നോക്കിയാൽ അസൂയ, കോപം, അഹങ്കാരം അല്ലെങ്കിൽ പുച്ഛം തുടങ്ങിയ മാനസിക വിഷയങ്ങൾക്കുള്ള ഒരു മരുന്നാണ് യോഗസൂത്രത്തിലെ സൂത്രം 33 പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ലോകത്ത് ജീവിക്കുന്ന ഒരു യോഗിക്ക് ഇത് വളരെ പ്രധാനമാണ്. നമ്മളെല്ലാ ആൾക്കാരുമായും, നേരത്തെ പറഞ്ഞ ഈ 4 വിഭാഗം ആൾക്കാരുമായും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇടപെടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഒരു സംയമനം, ഏകതത്വാഭ്യാസം, എല്ലാത്തിനെയും ഈ സന്തോഷത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, കാരുണ്യത്തോടുകൂടി നോക്കിക്കാണാനുള്ള, ദയയോടുകൂടി നോക്കിക്കാണാനുള്ള ഒരു ശീലം അഭ്യസിക്കണം. അങ്ങനെ അഭ്യസിക്കുമ്പോൾ സത്വഗുണം വളർത്തിയെടുക്കാനുള്ള ഒരു പരിശീലന രീതിയായി ഇതിനെ കാണണം.